അള്ളാഹുവെ ദിക്റെടുക്കുന്ന മജ്ലിസുകളെ കുറിച്ച് അദ്ദേഹം പറയാണ്. അള്ളാഹുവെ കുറിച്ച് സ്മരിക്കുന്ന അത്തരം സദസ്സുകൾ ഏറ്റവും സുന്ദരമാണ്. മലായിക്കത്തുകളുടെ സാന്നിധ്യത്താൽ, അവരുടെ പ്രാർത്ഥനകളാൽ അത് അനുഗ്രഹീതമായിരിക്കുമെന്നാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന് സവിശേഷമായ ചില മലായിക്കത്തുകളുണ്ട്. ആ മലായിക്കത്തുകളുടെ പണി അവരിങ്ങനെ ഭൂമിയിലൂടെ തെരഞ്ഞു നടക്കുകയാണ്. അള്ളാഹുവെ കുറിച്ച് സ്മരിക്കുന്ന ദിക്ർ ചെയ്യുന്ന സദസ്സുകളുണ്ടോ എന്ന് നോക്കി വരും. അങ്ങനെ അവർ ആ സദസ്സിൽ വന്നിരിക്കും. എന്നിട്ട് അവർ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ അള്ളാഹു അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നത്? അപ്പോൾ അവർ പറയും, ഞങ്ങളൊരു സദസ്സിൽ പോയിരുന്നു എന്ന്. അവിടെ അവർ ദിക്റെടുക്കുകയാണ്, അള്ളാഹുവെ ദിക്ർ ചെയ്യുന്ന ഒരു സദസ്സാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കും, അത്രേ അവരെന്താ പറഞ്ഞിരുന്നത്, അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവര് യുസബ്ബിഹൂനക വ യഹ്മുദൂനക എന്ന് പറഞ്ഞിട്ട് അവര് തസ്ബീഹുകൾ ചൊല്ലുന്നു, അവര് തഹ്മീദുകൾ ചൊല്ലുന്നു, അവര് തക്ബീറുകൾ ചൊല്ലുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അവരെന്നെ കാണുന്നുണ്ടായിരുന്നു? അപ്പൊ മലക്കുകൾ പറയും, ഇല്ല, അവരെ അള്ളാഹുവെ കാണാതെ തന്നെയാണ് ദിക്ർ ചൊല്ലിയിരുന്നത്. അപ്പൊ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അവർ എന്നെ കണ്ടിരുന്നെങ്കിലോ? അവർ അതിലേറെ മനോഹരമായി അത് ചെയ്തിരുന്നു. അതുപോലെ പിന്നെന്താ അവർ ചെയ്യുന്നത്? അവര് പ്രാർത്ഥിക്കുകയായിരുന്നു. അവരെന്താ ചോദിച്ചത്? അവര് സ്വർഗമാണ് ചോദിച്ചത്. അപ്പോൾ അള്ളാഹ് ചോദിക്കും വീണ്ടും, അവരെന്നെ കണ്ടിരുന്നു? ഇല്ല, അവര് അള്ളാഹിനെ കാണാതെയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെന്നെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ? ഇങ്ങനെ ദീർഘമായൊരു ഹദീസാണ്. അപ്പം അതിലിങ്ങനെ അള്ളാഹിനെ കുറിച്ച് തസ്ബീഹുകളും തഹ്മീദുകളും ഒക്കെയായി ഒരുമിച്ചിരിക്കുന്ന സദസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒടുവിൽ അപ്പോൾ അള്ളാഹു ഒടുവിൽ പറയുന്നുണ്ട്, അവരെ സന്തോഷ വാർത്ത അറിയിക്കുക, അവരുടെ പാപങ്ങളൊക്കെയും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ അതിലൊരു മലക്ക് പറയുന്നുണ്ട്, ഒരു സദസ്സിൽ പോയിരുന്ന സമയത്ത് ഒരാള് അതിലെ കടന്നു വരികയും അയാൾ ആ സദസ്സിൽ ഇരിക്കുകയും ചെയ്തു. അയാൾ ആ സദസ്സിലേക്ക് ഉദ്ദേശിച്ച് വന്നതെന്നല്ല, ആ സദസ്സ് കണ്ടപ്പോൾ അവിടെ വന്ന് ഇരിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പ്രതിഫലം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അത്തരം സദസ്സുകൾ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ കൂടെയുള്ള ഇരുത്തം ഒരിക്കലും നഷ്ടമാകാത്ത തരത്തിലുള്ള കൂട്ടുകാരാണ് അവർ എന്ന് പറയുന്നുണ്ട്.